ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംസൺസ് 1/3 റൂൾ ആൻഡ് സിംസൺസ് 3/8 റൂൾ. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് സിംസൺസ് 1/3 റൂളും സിംസൺസ് 3/8 റൂളും. ഫസ്റ്റ് നമുക്ക് സിംസൺസ് 1/3 റൂൾ എന്താണെന്ന് നോക്കാം. In Simpson's 1/3 rule, f of x is a polynomial of second degree, that is f of x equal to ax square plus bx plus c. To apply this rule, the number of intervals n must be even. ഇപ്പം സിംസൺസ് റൂൾ എന്ന് പറയുന്നത് സിംസൺസ് റൂളിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഈ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് n മസ്റ്റ് ബി ഈവൻ നമ്പർ ആയിരിക്കും. നോക്കാം. ലെറ്റ് ദ ഇൻ്റർവെൽ എ ബി ബി സബ്ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് വിത്ത് സ്റ്റെപ്പ് ലെങ്ത് h is equal to b minus a by 2. എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു വിത്ത് സ്റ്റെപ്പ് ലെങ്ത് h is equal to b minus a by 2. We have 3 abscisses x0 equal to a, x1 equal to a plus b by 2 and x2 equal to b. Then p of x0 f of x0, q x1 f of x1, r x2 f of x2 are 3 points on the curve y equal to f of x. അപ്പം y equal to f of x എന്ന് പറയുന്ന ഒരു കർവ് എടുക്കുകയാണെങ്കിൽ അതിലെ 3 പോയിൻറ്റ്സ് ആയിരിക്കും ഈ p q r എന്ന് പറയുന്നത്. വി അപ്രോക്സിമേറ്റ് ദ കർവ് y equal to f of x a less than or equal to x less than or equal to b by the parabola joining the points p q r. That is, we approximate the given curve by a polynomial of degree 2. Using Newton's forward difference formula, the quadratic polynomial approximation to f of x interpolating at the points p x0 f of x0, q x1 f of x1, r x2 f of x2 is given by. ഇപ്പം ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിച്ച് ഇപ്പം എഫ് ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/h ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഡെൽറ്റ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/2 h സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പം എക്ക് പകരം എക്സ് സീറോ എന്നും ബിക്ക് പകരം എക്സ് ടു ആണ്. എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ x1 x0 ടു x2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ ഈ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/h ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഡെൽറ്റ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/2h സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എങ്ങനെ വരും? ഇൻ്റഗ്രൽ x0 ടു x2 എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/h ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഡെൽറ്റ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/2h സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു x2 മൈനസ് എക്സ് സീറോ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/h ഇൻറ്റു 1/2 into x2 minus x0 the whole square to limit x0 to x2 delta f of x0 plus i1 is the integration constant. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 2h എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 2h ഡെൽറ്റ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് i1. ദെൻ ഇവാലുവേറ്റിംഗ് i1 വി ഒബ്റ്റെയിൻ. ഇനി ഈ i1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. i1 ഈക്വൽ ടു 1/2h സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സീറോ പ്ലസ് എക്സ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സീറോ എക്സ് വൺ എക്സ് ഇൻറ്റു എക്സ് ടു ലിമിറ്റ് എക്സ് സീറോ ടു എക്സ് ടു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ. അന്നേരം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം വരുന്നതാണ് i1 ഈക്വൽ ടു 1/12h സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു എക്സ് ടു ക്യൂബ് മൈനസ് എക്സ് സീറോ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സീറോ പ്ലസ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു സ്ക്വയർ മൈനസ് എക്സ് സീറോ സ്ക്വയർ പ്ലസ് 6x0 x1 ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് സീറോ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ. ദെൻ ഈ എക്സ് ടു ക്യൂബ് മൈനസ് എക്സ് സീറോ ക്യൂബിന് ഇപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ഫോമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ
പ്ലസ് എ ബി ആണ്. അന്നേരം ഈ x2 ക്യൂബ് മൈനസ് x0 ക്യൂബ് എന്ന് പറയുന്നത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് x2 മൈനസ് x0 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് x0 x2 പ്ലസ് x0 സ്ക്വയർ എന്ന് വരുന്നു. അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x2 മൈനസ് x0നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ എടുക്കുന്നു. അന്നേരം വിച്ച് ഈസ് ഈക്വൽ ടു 1/12h സ്ക്വയർ ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു 2 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് x0 x2 പ്ലസ് x0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു x0 പ്ലസ് x1 ഇൻറ്റു x2 പ്ലസ് x0 പ്ലസ് 6x0 x1 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. അപ്പം I1 ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1/12h സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു x2 ക്യൂബ് മൈനസ് x0 ക്യൂബ് മൈനസ് 3 ഇൻറ്റു x0 പ്ലസ് x1 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് x0 സ്ക്വയർ പ്ലസ് 6x0 x1 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. എന്നിട്ട് ഈ x2 ക്യൂബ് മൈനസ് x0 ക്യൂബിനെ നമ്മൾ a ക്യൂബ് മൈനസ് b ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് അതിൽ x2 മൈനസ് x0 എന്ത് ചെയ്യുന്നു, കോമൺ എടുക്കുന്നു. അതാണ് 1/12h സ്ക്വയർ x2 മൈനസ് x0 ഇൻറ്റു 2 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് x0 x2 പ്ലസ് x0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു x0 പ്ലസ് x1 ഇൻറ്റു x2 പ്ലസ് x0 പ്ലസ് 6x0 x1 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x2 ഈക്വൽ ടു x0 പ്ലസ് 2h, x1 ഈക്വൽ ടു x0 പ്ലസ് h. ഇതിനകത്തോട്ട് നമ്മൾ x2ന് പകരം x0 പ്ലസ് 2h എന്നും x1ന് പകരം x0 പ്ലസ് hഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. വി ഒബ്റ്റെയിൻ അന്നേരം x2ന് പകരം x0 പ്ലസ് 2hഉം x1ന് പകരം x0 പ്ലസ് hഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം I1 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു, 1/12h സ്ക്വയർ ഇൻറ്റു x0 പ്ലസ് 2h മൈനസ് x0 ഇൻറ്റു 2 ഇൻറ്റു x0 പ്ലസ് 2h ദ ഹോൾ സ്ക്വയർ പ്ലസ് x0 ഇൻറ്റു x0 പ്ലസ് 2h പ്ലസ് x0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു x0 പ്ലസ് x0 പ്ലസ് h ഇൻറ്റു x0 പ്ലസ് 2h പ്ലസ് x0 പ്ലസ് 6 ഇൻറ്റു x0 ഇൻറ്റു x0 പ്ലസ് h ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. x2നും x1നും പകരം അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ആക്കി ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് I1 ഇസ് ഈക്വൽ ടു 1/6h ഇൻറ്റു 2 ഇൻറ്റു 3x0 സ്ക്വയർ പ്ലസ് 6hx0 പ്ലസ് 4h സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4x0 സ്ക്വയർ പ്ലസ് 6hx0 പ്ലസ് 2h സ്ക്വയർ പ്ലസ് 6x0 സ്ക്വയർ പ്ലസ് 6hx0 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0, which is equal to 1/6h into 2h square delta square f of x0. അതിൽ hഉം hഉം ക്യാൻസൽ, 2ഉം 6ഉം വെട്ടി 3 ആവുന്നു ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. അന്നേരം I1 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു, h/3 ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0. Then the value of I1 is substitute in ഇൻ്റഗ്രൽ a to b f of x dx. നമ്മൾ ആ നേരത്തെ കണ്ടുപിടിച്ച് അതിനകത്തോട്ട് I1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഹെൻസ് ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to x2 f of x dx വിച്ച് ഈസ് ഈക്വൽ ടു 2h f of x0 പ്ലസ് 2h ഡെൽറ്റ f of x0 പ്ലസ് I1ന് പകരം h/3 ഡെൽറ്റ സ്ക്വയർ f of x0, which is equal to h/3 into 6f of x0 plus 6f of x1 minus f of x0 minus f of x0 minus 2f of x1 plus f of x2. Therefore, integral a to b f of x dx equal to h/3 into f of x0 plus 4f of x1 plus f of x2. This formula is called Simpson's 1/3 rule, where f of x0 is the first value, x2 is the last value, 4f of x1 is the 4 into odd values. അതിനെയാണ് നമ്മൾ സിംപ്സൺസ് ഫോർമുല എന്ന് പറയുന്നത്, 1/3. In terms of the endpoints, we can also write the formula as integral a to b f of x dx b minus a by 6 into f of a plus 4f into a plus b by 2 plus f of b. അന്നേരം സിംപ്സൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു h/3 ഇൻറ്റു f of x0 പ്ലസ് 4f of x1 പ്ലസ് f of x2 ആണ്. അതിൽ നമ്മൾ x0യ്ക്ക് പകരം a എന്നും x2ന് പകരം bയും hന് പകരം b മൈനസ് a ബൈ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, റീഅറേഞ്ച് ചെയ്ത് ഒന്നും കൂടെ എഴുതാം. ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു b മൈനസ് a ബൈ 6 ഇൻറ്റു
എഫ് ഓഫ് എ പ്ലസ് 4f ഇൻറ്റു എ പ്ലസ് ബി ബൈ 2 പ്ലസ് എഫ് ഓഫ് ബി എന്ന് കൊടുക്കാം. ദിസ് ഫോർമുല ഈസ് നോൺ ആസ് സിംപ്സൺസ് 1/3 റൂൾ. നെക്സ്റ്റ് എറർ ടൈം ഇൻ സിംപ്സൺ 1/3 റൂൾ. എറർ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം എറർ ഓഫ് അപ്രോക്സിമേഷൻ Rn of f is equal to integral a to b omega of x f of x dx minus sigma k equal to 0 to n lambda k f of x k. അന്നേരം എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Rn of f is equal to integral a to b omega of x f of x dx minus sigma k equal to 0 to n lambda k f of x k. Using this definition of error given above, we show that R to fx equal to 0 for f of x equal to 1 x x square x cube. അന്നേരം ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർ ടു എഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 x x square x cube. എഫ് ഓഫ് എക്സിന് പകരം ഈ എററിൻ്റെ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ 1 x x square x cube എന്ന് പറയുന്ന ഈ 4 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ ടു എഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിട്ട് പ്രൂവ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 x x square x cube in this equation. Then f of x equal to 1, r to fx equal to integral a to b dx minus b minus a by 6 into 6 which is equal to 0. അതുപോലെ തന്നെ എഫ് എക്സിന് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആർ ടു എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി dx b minus a by 6 into a plus 4 into a plus b by 2 plus b which is equal to 0 എന്ന് വരുന്നു. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആർ ടു എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ബി മൈനസ് എ ബൈ 6 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എ പ്ലസ് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് r to fx equal to integral a to b x cube dx minus b minus a by 6 into a cube plus 4 into a plus b by 2 the whole cube plus b cube which is equal to 0. അങ്ങനെ ഇപ്പം എററിൻ്റെ ആ ഇക്വേഷനിലോട്ട് നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം 1 x x square x cube എന്ന് പറയുന്ന 4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ആർ ടു എഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് വന്നു. Hence, the Simpson's rule integrates exactly polynomials of degree less than or equal to 3. Therefore, the method is of order 3. Simpson's rule എന്ന് പറയുന്നത് എന്താണ്? Simpson's rule integrates exactly polynomials of degree less than or equal to 3. Simpson's rule എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 3 ചെറുതോ ആയിട്ടുള്ള പോളിനോമിയൽസിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. The polynomials of degree less than or equal to 3. Therefore, the method is of order 3. അതുകൊണ്ട് ഈ മെത്തേഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര ആയിരിക്കും? 3 ആയിരിക്കും. എറർ കോൺസ്റ്റൻറ്റ് സി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ ഓഫ് എക്സ് എക്സ് റൈസ് ടു പി പ്ലസ് 1 ഡി എക്സ് മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ ലാംഡ കെ എക്സ് കെ പി പ്ലസ് 1. ഇനി എറർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എറർ കോൺസ്റ്റൻറ്റ് സി ഈക്വൽ ടു integral a to b omega of x raised to p plus 1 dx minus sigma k equal to 0 to n lambda k x k p plus 1. Then the error term is given by error term in the equation നമ്മൾ പറഞ്ഞായിരുന്നു Rn of f is equal to integral a to b omega of x f of x dx minus sigma k equal to 0 to n lambda k f of x k which is equal to c by p plus 1 factorial f raised to p plus 1 psi a less than psi less than b. Then let f of x equal to x raised to 4. f of x ന് പകരം നമ്മൾ ഇനി x raised to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം എറർ കോൺസ്റ്റൻറ്റ് c ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b x raised to 4 dx minus b minus a by 6 into a raised to 4 plus 4 into a plus b by 2 raised to 4 plus b raised to 4. ഈ ആർ എൻ ഓഫ് എഫിന് പകരം എഫിനകത്തോട്ട് നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം എന്ത് ചെയ്യുന്നു? എക്സ് റൈസ് ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു.
അന്നേരം സി ഈക്വൽ ടു എന്തെന്ന് വരുന്നു 1/5 ഇൻറ്റു ബി റൈസ് ടു 5 മൈനസ് എ റൈസ് ടു 5 മൈനസ് ബി മൈനസ് എ ബൈ 24 ഇൻറ്റു 5 എ റൈസ് ടു 4 പ്ലസ് 4 എ ക്യൂബ് ബി പ്ലസ് 6 എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4 എ ബി ക്യൂബ് പ്ലസ് 5 ബി റൈസ് ടു 4 which is equal to minus of b minus a by 120 into b raised to 4 minus 4a cube 4ab cube plus 6a square b square minus 4a cube b plus a raised to 4. Then the c equal to minus of b minus a raised to 5 by 120. Then the error term r fx equal to c by 4 factorial f raised to 4 psi equal to minus of b minus a raised to 5 by 2818 f raised to 4 psi, which is equal to minus h raised to 5 by 19 f raised to 4 into psi. Then എറർ ടേം ഇൻ സിംസൺ 1/3 റൂളാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എഫ് എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് റൈസ് ടു 5 ബൈ 19 എഫ് റൈസ് ടു 4 ഇൻറ്റു സൈ. ഇതാണ് എറർ ടേം ഇൻ സിംസൺ 1/3. As in the case of trapezium rule, if the length of the interval AB is large, then B minus A is also large, and the error expansion given in this equation is meaningless. ഇപ്പം ട്രപ്പീസിയം റൂൾ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിലെ ഒരു മെത്തേഡാണ്. ഈ ട്രപ്പീസിയം റൂളിൻ്റെ കേസിൽ ഇപ്പം എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ലാർജ് ആണെങ്കിൽ ദെൻ ബി മൈനസ് എ ഈസ് ആൾസോ ലാർജ്. ബി മൈനസ് എ എന്ന് പറയുന്നത് വെച്ചാൽ ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ 2 ആണ്. ആ ലെങ്ത് എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ ബി മൈനസ് എയുടെ വാല്യൂം എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ആൻഡ് ദ എറർ എക്സ്പാൻഷൻ ഗിവൺ ഇൻ ദിസ് ഇക്വേഷൻ ഈസ് മീനിങ്ലെസ്. ഇൻ ദിസ് കേസ് അങ്ങനെ വരുന്ന സമയത്ത് we subdivide AB into a number of sub-intervals of equal length and apply the Simpson's 1/3 rule to evaluate each integral. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇൻ്റർവെലിനെ നമ്മൾ ഈക്വൽ ലെങ്ത് ഉള്ള ഇൻ്റർവെൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുകയും സിംപ്സൺസ് 1/3 റൂൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു ടു ഇവാലുവേറ്റ് ഈച്ച് ഇൻ്റഗ്രൽ. ഓരോ ഇൻ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സിംപ്സൺസ് 1/3 റൂൾ അപ്ലൈ ചെയ്യുന്നു. Then the rule is called composite Simpson's 1/1/3 rule. അങ്ങനെ വരുന്ന സമയത്താണ് ഈ സിംപ്സൺസ് 1/3 റൂളിനെ നമ്മൾ കോമ്പോസിറ്റ് സിംപ്സൺസ് 1/1/3 റൂൾ എന്ന് പറയുന്നത്. അന്നേരം ഈ ട്രപ്പീസിയം റൂളിൻ്റെ കേസിൽ ലെങ്ത് എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലാർജ് ആണ് എങ്കിൽ ബി മൈനസ് എന്ന് വെച്ചാൽ എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ 2 എന്ന് പറയുന്നത് ലാർജ് ആണ്. ദെൻ ബി മൈനസ് എ ഈസ് ഓൾസോ ലാർജ്. And the error expansion given in this equation is meaningless. In this case, we subdivide AB into a number of subintervals of equal length and apply the Simpson's 1/3 rule to evaluate each integral. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ ഈക്വൽ ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് അപ്ലൈ ദ സിംപ്സൺസ് 1/3 റൂൾ ടു ഇവാലുവേറ്റ് ഈച്ച് ഇൻ്റഗ്രൽ. ഓരോ ഇൻ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സിംപ്സൺസ് 1/3 റൂൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പം ഈ റൂളിനെ നമ്മൾ വിളിക്കുന്നതാണ് ദെൻ ദ റൂൾ ഈസ് കോൾഡ് കോമ്പോസിറ്റ് സിംപ്സൺസ് 1/3 റൂൾ. ദെൻ സിംപ്സൺസ് 3/8 റൂൾ. ടു ഡിറൈവ് ദ സിംപ്സൺസ് 1/3 റൂൾ വി ഹാവ് അപ്രോക്സിമേറ്റഡ് എഫ് ഓഫ് എക്സ് ബൈ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. To derive the Simpson's 3/8 rule, we approximate f of x by a cubic polynomial. For interpolating by a cubic polynomial, we require 4 nodal points. Hence, we subdivide the given interval AB into 3 equal parts so that we obtain 4 nodal points. അന്നേരം സിംപ്സൺസ് റൂൾ 1/3 റൂൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് എടുത്തത്. അതുപോലെ തന്നെ ഈ സിംപ്സൺസ് 3/8 റൂളിന് വേണ്ടി നമ്മളൊരു ക്യൂബിക് പോളിനോമിയലാണ് എടുക്കുന്നത്. ഫോർ ഇൻ്റർപൊളേറ്റിംഗ് ബൈ എ ക്യൂബിക് പോളിനോമിയൽ വി റിക്വയർ 4 നോഡൽ പോയിൻറ്റ്സ്. നമുക്കതിന് വേണ്ടി 4 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. മറ്റേടുത്ത് 3 പോയിൻറ്റ്സ് ആണ് പി ക്യു ആർ എന്ന് പറയുന്നത്. Hence, we subdivide the given interval AB into 3 equal parts so that we obtain 4 nodal points. Let H is equal to B minus A by 3. The nodal points are given by x0 equal to A, x1 equal to x0 plus h, x2 equal to x0 plus 2h and x3 equal to x0 plus 3h. Using the Newton's forward difference formula, the cubic polynomial approximation to f of x interpolating at the points
P x0 f of x0, Q x1 f of x1, R x2 f of x2, S x3 f of x3 is given by. അന്നേരം ഇതിനകത്തോട്ട് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അന്നേരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ വരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/h ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഡെൽറ്റ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/2h² ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 1/6h³ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു ഡെൽറ്റ ക്യൂബ് എഫ് ഓഫ് എക്സ് സീറോ. ദിസ് ഈസ് ദ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല. അറ്റ് these points P, Q, R, S. Integrating, we obtain the Simpson's rule as. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന നേരം ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to x3 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 3h/8 ഇൻറ്റു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് 3f of x1 plus 3f of x2 plus f of x3. As in the case of Simpson's one-third rule, if the length of the interval AB is large, then B minus A is also large and the error expansion given becomes meaningless. സിംസൺസ് 1/3 റൂളിൻ്റെ കേസിൽ ഇപ്പം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇൻ്റർവെലിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ലെന്ത് ഓഫ് ദി ഇൻ്റർവെൽ എ ബി ഈസ് ലാർജ്, ദെൻ ബി മൈനസ് എ ഈസ് ഓൾസോ ലാർജ് ആൻഡ് ദ എറർ എക്സ്പാൻഷൻ ഗിവൺ ബിക്കംസ് മീനിങ്ലെസ്. ആ എറർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് In this case, we subdivide AB into a number of subintervals of equal length such that the number of subintervals is divisible by 3. That is, the number of intervals must be 6 or 9 or 12 etc. so that we get 7 or 10 or 30 nodal points etc. ഈ കേസിൽ ഇപ്പം സിംസൺസ് 1/3 റൂൾ ഉപയോഗിക്കുമ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് h is equal to b minus a by 2 ലാർജ് ആയിരിക്കും. അന്നേരം b minus a എന്ന് പറയുന്നതും ലാർജ് ആയിരിക്കും. ഇൻ ദിസ് കേസ് ദ error expression is meaningless. In this case, we subdivide the intervals into equal length, subintervals of equal length, and the number of subintervals is divisible by 3. That is, the number of intervals must be 6 or 9 or 12 so that we get 7 or 10 or 30 nodal points etc. Then we apply the Simpson's 3/8 rule. To evaluate each integral, the rule is then called composite Simpson's 3/8 rule. ആ റൂളിനെയാണ് നമ്മൾ അങ്ങനെ ഇതിലോട്ട് നമ്മൾ സിംസൺസ് 3/8 റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ടു ഇവാലുവേറ്റ് ഈച്ച് ഇൻ്റഗ്രൽ, ഓരോ ഇൻ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സിംസൺസ് 3/8 റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആ റൂളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോമ്പോസിറ്റ് സിംസൺസ് 3/8 റൂൾ എന്ന് പറയുന്നത്. ദ സിംസൺസ് 3/8 റൂൾ ഹാസ് സം ഡിസഡ്വാൻറ്റേജസ്. ഇതിന് 3 ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 3. നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത് 3യുടെ ഡിവിസിബിൾ ആയിരിക്കണം. ഇറ്റ് ഈസ് ഓഫ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓഫ് ദ സെയിം ഓർഡർ ആസ് ദ സിംസൺസ് 1/3 റൂൾ വിച്ച് ഓൺലി റിക്വയർസ് ദാറ്റ് ദ നമ്പർ ഓഫ് നോഡൽ പോയിന്റ്സ് മസ്റ്റ് ബി ഓർഡർ. ഈ സിംസൺസ് റൂളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ആ സെയിം ഓർഡർ തന്നെ ആയിരിക്കും സിംസൺസ് 3/8 റൂളിൻ്റെത്. ദ നമ്പർ ഓഫ് നോഡൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓഡായിരിക്കണം. അതുപോലെ തന്നെ തേർഡ് വൺ, ദ എറർ കോൺസ്റ്റൻറ്റ് സി ഇൻ ദ കേസ് ഓഫ് സിംസൺസ് 3/8 റൂൾ ഈസ് സി ഈക്വൽ ടു 3/80 വിച്ച് ഈസ് മച്ച് ലാർജർ ദാൻ ദ എറർ കോൺസ്റ്റൻറ്റ് സി ഈക്വൽ ടു 1/19 ഇൻ ദ കേസ് ഓഫ് സിംസൺസ് 1/3 റൂൾ. എറർ ഈ സിംസൺസ് 3/8 റൂളിൻ്റെ കേസിൽ എറർ കോൺസ്റ്റൻറ്റ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 3/80 ആണ്. 1/3 റൂളിലെന്ന് പറയുന്നത് സി ഈക്വൽ ടു 1/90 ആണ്. അതെന്ന് പറയുന്നത് 3/8 റൂളിനെക്കാട്ടിലും എന്താണ് the error constant is equal to 3/8 which is much larger than the error constant is equal to 1/90 in the case of Simpson's 1/3 rule. ഇപ്പം സിംസൺസ് ഇൻ സിംസൺസ് 1/3 rule f of x എന്ന് പറയുന്നത് ഈസ് എ പോളിനോമിയൽ ഓഫ് സെക്കൻഡ് ഡിഗ്രി. ദാറ്റ് ഈസ് f of x equal to ax square plus bx plus c ആണ്. ടു അപ്ലൈ ദിസ് റൂൾ ദ നമ്പർ ഓഫ് ഇൻ്റർവൽസ് n must be even. In Simpson's 3/8 rule, f of x is a polynomial of third degree. That is f of x equal to ax cube plus bx square plus cx plus d ആണ്. To apply this rule, the number of intervals n must be a multiple of 3. ഈ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഇൻ്റർവൽസ് n എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആയിരുന്നാൽ മതി.